നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ഷാഫി പറമ്പിലിന് ആര് മണികെട്ടും? ഇപ്പോൾ കോൺഗ്രസിൽ ഉയരുന്ന ചോദ്യം ഇതാണ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ കടുത്ത സൈബർ ആക്രമണം നടക്കുകയാണ്. ഷാഫി പറമ്പിലിൻ്റെ അണികളായ സൈബർ ചാവേറുകളാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്നാണ് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കോൺഗ്രസ് നേതൃത്വത്തിനും ഇക്കാര്യം നന്നായി അറിയാം. എന്നാൽ വി.ഡി. സതീശനെതിരെയുള്ള സൈബർ ആക്രമണം ചെറുക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഷാഫി പറമ്പിലിൻ്റെ സൈബർ സേനയെ തൊടാൻ പോലും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് ഇപ്പോൾ കഴിയുന്നില്ല. ഷാഫിക്കാരും മണികെട്ടും എന്ന ചോദ്യം ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും ഉയരുകയാണ്. അത്ര കഠോരമായ ആക്രമണമാണ് വി.ഡി. സതീശൻ നേരിടേണ്ടി വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തലിനെ സംരക്ഷിക്കില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തലിനെതിരെ ലൈംഗിക പീഡനം ആരോപണം ഉയർന്നപ്പോൾ അദ്ദേഹത്തെ കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്യണമെന്നും വീറോടെ വാദിച്ചത് വി.ഡി. സതീശനാണ്. സതീശൻ ഉറച്ച നിലപാട് എടുത്തത് കൊണ്ട് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന് പുറത്തായതും. രാഹുലിനെ കൊണ്ട് MLA സ്ഥാനം രാജിവെപ്പിക്കണമെന്നാണ് വി.ഡി. സതീശൻ ആഗ്രഹിച്ചതെങ്കിലും അത് രാജിവെക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായില്ല. ഷാഫി പറമ്പിൽ അതിന് അനുവദിച്ചില്ല. അതിനുശേഷം അതിശക്തമായ ആക്രമണമാണ് വി.ഡി. സതീശനെതിരെ സൈബർ സേനകൾ ഉയർത്തുന്നത്. ഷാഫി പറമ്പിലിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും കയ്യിലുള്ള അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണത്തിലുള്ള സൈബർ സേനകളാണ്, സൈബർ ചാവേറുകളാണ് വി.ഡി. സതീശനെ തലങ്ങും വിലങ്ങും പ്രഹരിക്കുന്നതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ രഹസ്യമായി സമ്മതിക്കുന്നത്. ഇതിൽ സതീശനെ രക്ഷപ്പെടുത്താൻ പാർട്ടിക്ക് കഴിയുന്നില്ല. കാരണം പാർട്ടിക്ക് ഇത്ര വലിയ സംവിധാനമുണ്ടായിട്ടും വി.ഡി. സതീശൻ UDF-ന്റെ ചെയർമാനും നിയമസഭാ കക്ഷി നേതാവും പ്രതിപക്ഷ നേതാവും ഒക്കെ ആയിട്ടും അദ്ദേഹത്തെ ഈ സൈബർ ആക്രമണത്തിൽ നിന്നും സംരക്ഷിക്കാൻ, പ്രതിരോധിച്ചു നിർത്താൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഷാഫി പറമ്പിലിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും നിയന്ത്രണത്തിലുള്ള സൈബർ ചാവേറുകൾ വി.ഡി. സതീശനെ ആക്രമിക്കുമ്പോൾ, നിർദ്ദയം ആക്രമിക്കുമ്പോൾ കോൺഗ്രസ് നേതൃത്വം തരിച്ചു നിൽക്കുകയാണ്. ഒന്നും ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല. തങ്ങളുടെ നേതാവിനെതിരെ അസഹ്യമായ, അതിക്രൂരമായ, നിർലജ്ജമായ, ആഭാസമായ ആരോപണങ്ങൾ ഉയർത്തുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം അസ്തപ്രജ്ഞരായി നിൽക്കുകയാണ്. അവർക്ക് തടയാനോ അരുത് എന്ന് പറയാനോ കഴിയുന്നില്ല. കാരണം ഷാഫി പറമ്പിലിൻ്റെ ശക്തി, ഷാഫി പറമ്പിലിൻ്റെ സ്വാധീനം, ഷാഫി പറമ്പിലിൻ്റെ കരുത്ത് ഇവർ ഉദ്ദേശിക്കുന്നതിനേക്കാളൊക്കെ മുകളിലാണത്രേ. കാരണം ഷാഫിയുടെ നിയന്ത്രണത്തിലുള്ള സൈബർ സംഘങ്ങൾ തലങ്ങും വിലങ്ങും സതീശനെ പ്രഹരിക്കുമ്പോൾ സീനിയർ നേതാക്കൾ പോലും നിശബ്ദരായി നിൽക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തലിന് ഈ ഗതി വരുത്തിയത് വി.ഡി. സതീശനാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിലുണ്ടെന്ന് പറയപ്പെടുന്ന സൈബർ സേനാംഗങ്ങൾ വി.ഡി. സതീശനെതിരെ തുറന്ന ആക്രമണം നടത്തുന്നത്. നാനാഭാഗത്തു നിന്നുമുള്ള ആക്രമണത്തിൽ അക്ഷരാർത്ഥത്തിൽ വി.ഡി. സതീശൻ പാർട്ടിയിൽ ഇപ്പോൾ ഒറ്റപ്പെട്ട പോലെയാണ്. അതിക്രൂരമാണ് അദ്ദേഹത്തിനെതിരെയുള്ള ആക്രമണമെന്ന് CPM പോലും പറയുന്നു. കാരണം കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ സൈബർ സേനകൾ നടത്തുന്ന ആക്രമണത്തെ തടുക്കാൻ എന്തുകൊണ്ട് പാർട്ടിക്ക് കഴിയുന്നില്ല, കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നില്ല എന്ന ചോദ്യം ഉയർന്നു വരികയാണ്. ഷാഫി പറമ്പിൽ പാർട്ടിയേക്കാൾ വളർന്നോ അല്ലെങ്കിൽ പാർട്ടിക്ക് മുകളിൽ പോയോ എന്ന ചോദ്യമാണ് ഉയർന്നത്. ഇപ്പോൾ കേരളത്തിലെ ഏത് കോൺഗ്രസ് നേതാവിനേക്കാളും സ്വാധീനമുള്ള ആളാണോ ഷാഫി പറമ്പിൽ എന്ന ചോദ്യവും കോൺഗ്രസ് നേതാക്കൾ ഉയർത്തുന്നുണ്ട്. ഏതായാലും ഷാഫിക്കാരും മണികെട്ടുമെന്നുള്ള ചോദ്യം കോൺഗ്രസിൽ അസ്വസ്ഥതയോടെ പുകയാൻ തുടങ്ങിക്കഴിഞ്ഞു. വി.ഡി. സതീശനെതിരെ നടക്കുന്ന നിർലജ്ജമായ, അതിക്രൂരമായ ഈ സൈബർ വേട്ട ആര് ഇടപെട്ട് അവസാനിപ്പിക്കും? അതും കോൺഗ്രസ് നേതാക്കൾക്ക് ആർക്കും അറിയില്ല. ഏതായാലും കോൺഗ്രസ് ഇപ്പോൾ ഒരു പൊട്ടിത്തെറിയുടെ വക്കിൽ നിൽക്കുന്നത് പോലെയാണ്. സ്വന്തം നേതാവിനെതിരെയുള്ള ആക്രമണം പോലും ആ പാർട്ടിക്ക് ചെറുക്കാൻ കഴിയുന്നില്ല.